പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാർ ആയതിനു ശേഷം ഇപ്പോൾ ഫ്രാൻസിലെ എവിയാനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇറാൻ അമേരിക്ക യുദ്ധം നിർത്താൻ മധ്യസ്ഥരായി വന്നവരിൽ പ്രമുഖരായിട്ട് നിന്നത് പാകിസ്ഥാനാണ്. ഒരുപക്ഷെ ഇന്ത്യയെ മാറ്റി നിർത്തി പാകിസ്ഥാനെ മധ്യസ്ഥ റോളിൽ അമേരിക്ക ഉപയോഗിച്ചുവെന്നുള്ളത് ഇന്ത്യക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ സൈന്യാധിപൻ അസീം മുനീറുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വ്യക്തിപരമായ സുഹൃത്ത് ബന്ധമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മധ്യസ്ഥ റോളിലേക്ക് കടന്നു കയറിയത്. അവിടുത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സമാധാന കരാറിൽ തങ്ങൾ നടത്തിയ നീക്കമാണ് യഥാർത്ഥത്തിൽ സമാധാനമുണ്ടാക്കിയതെന്ന് പാകിസ്ഥാൻ വലിയ വാദം തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഈ സമാധാന ശ്രമങ്ങളിൽ അമേരിക്ക പങ്കെടുപ്പിച്ചില്ല എന്നു മാത്രമല്ല, ഒരുപക്ഷെ നാവിക രംഗത്ത് ഇന്ത്യയുടെ 3 നാവികർ അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യൻ കപ്പലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അമേരിക്കയിൽ ട്രംപ് സ്ഥാനമേറ്റെടുത്തതിൻ്റെ പിറകെ അവിടെ യാത്ര നടത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തിയതിന് പിറകെ അനധികൃത കുടിയേറ്റത്തിൻ്റെ പേരിൽ ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നത് ഇന്ത്യയിലും പുറത്തും വലിയ ചർച്ചാ വിഷയവും പ്രതിഷേധത്തിനും കാരണമായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധത്തിനിടെ ഒരു ദ്രോഹവും ചെയ്യാത്ത ഇറാനിൽ നിന്ന് ഒമാനിൽ കടലിലൂടെ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യയുടെ കപ്പലിന് നേരെ 24 ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്നു. അതിന് നേരെ അതിൻ്റെ എൻജിൻ റൂമിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പലിൽ നിന്ന് F-18 ഹോർണറ്റ് എയർക്രാഫ്റ്റ് വഴി മിസൈൽ അയച്ചതും മിസൈൽ പൊട്ടിത്തെറിച്ച് തീപിടുത്തമുണ്ടായതും 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതും. അതിന് പിന്നാലെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടും ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്ന 2 കപ്പലുകൾക്ക് നേരെ കൂടി ആക്രമണം നടന്നു. ഇതിനേക്കാളൊക്കെ കൂടുതൽ ഇന്ത്യയെ വേദനിപ്പിച്ചത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി കൂടിയായിട്ടുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇറാനിൽ നിന്ന് അനധികൃത എണ്ണ കൊണ്ടുവന്നാൽ അത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാനാവില്ല എന്ന രീതിയിൽ ഇന്ത്യയെ കളിയാക്കിക്കൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുള്ള മറുപടിയാണ് വന്നത്. ഇത് ഇന്ത്യയിലെ പ്രതിപക്ഷം വലിയൊരു ആയുധമാക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഭരണകൂടവും മൗനം പാലിക്കുന്നുവെന്ന ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നാളെ ഫ്രാൻസിലെ എവിയാനിൽ G7 ഉച്ചകോടിയിൽ വെച്ച് കാണാനായിട്ട്. സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് ഒരുപാട് പരാതികൾ ഉണ്ട് അമേരിക്കയെക്കുറിച്ച്. പ്രത്യേകിച്ച് അവിടെ ഇന്ത്യക്കെതിരെ വ്യാപാര ചുങ്കം ചുമത്തിയത്, അതിൻ്റെ പേരിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും പൊതുവെ ഇന്ത്യ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് പാകിസ്ഥാനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നിലപാട് ട്രംപ് സ്വീകരിച്ചത്. ട്രംപ് നൊബേൽ സമ്മാനം നേടാനായി എല്ലാ രാജ്യങ്ങളും ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാനും ഇസ്രായേലും ഒക്കെ രംഗത്ത് വന്നു. പക്ഷേ ഇന്ത്യ അതിന് തയ്യാറായില്ല. ഇന്ത്യ തയ്യാറാവേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ട്രംപാണെന്ന് അവകാശപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് ചർച്ച നടത്തിയാണ് യുദ്ധം നിർത്തിയത്. അപ്പോൾ ട്രംപിന് അവകാശം കൊടുത്താൽ ഇന്ത്യയുടെ പരമ്പരാഗതമായ പോളിസി വേറൊരു രാജ്യത്തെയും നമ്മൾ പാകിസ്ഥാനുമായിട്ട് തർക്കത്തിൽ 3ാം കക്ഷിയായി ഇടപെടുത്തില്ല എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത നയമാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇടപെട്ടു എന്ന് സമ്മതിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യ അത് സമ്മതിച്ചുമില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഒപ്പം തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നേക്കാം. ഇന്ത്യയെ ഒരുപക്ഷെ കൂടെ നിർത്തുന്നതിൻ്റെ ഭാഗമായി ട്രംപ് ഇന്ത്യക്ക് അനുകൂലമായി വ്യാപാര കരാറിൻ്റെ കാര്യത്തിൽ, മറ്റ് വാണിജ്യ കാര്യങ്ങളിൽ, സൈനിക തലത്തിലുള്ള സപ്പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചേക്കാം. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും ഈ പ്രത്യേക സാഹചര്യത്തിൽ
കൂടിക്കാണുന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, യൂറോപ്യൻ മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ ഇവൻ ചൈനയിലെ സിനിയോ അടക്കമുള്ള എല്ലാ ഏജൻസികളിലും ഇതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നിലനിൽക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മൗനം പാലിക്കാനാവില്ല. ഇന്ത്യയുടെ പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധം അറിയിക്കുമെന്നാണ് അറിവാവുന്നത്. എന്തായാലും മറ്റു രംഗങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള സഹകരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ക്വാഡ് സഖ്യം വീണ്ടും ശക്തമാക്കണമെന്നുള്ള വാദമുണ്ട്. ചൈനയ്ക്കെതിരെ ഉള്ള സഖ്യമായിട്ടാണ് അമേരിക്കയും ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനുമുള്ള ഈ സഖ്യം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സഖ്യം കൂടുതൽ ശക്തമാക്കണം. ജോ ബൈഡൻ്റെ കാലത്താണ് അത് കൂടുതൽ ശക്തമായിരുന്നത്. ട്രംപ് അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. എന്തായാലും പാകിസ്ഥാന് അനുകൂലമായ ഒരു നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നുവെന്നുള്ള ഒരു പരാതിയും എതിർപ്പും ഇന്ത്യക്ക് വന്നതോടെ ഇന്ത്യയെ ഒന്ന് തണുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം എന്തായാലും അമേരിക്കയ്ക്കുണ്ടാവും. അതുമാത്രമല്ല, ഈ ഇറാൻ അമേരിക്ക സമാധാന കരാറിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലുമായി ഏറ്റവും അടുപ്പുള്ള അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് നല്ല അടുപ്പമുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫെബ്രുവരി അവസാനത്തിൽ ഇസ്രായേൽ സന്ദർശിച്ച് മടങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കൂട്ടി വായിക്കാം. പക്ഷേ ഇന്ത്യ പറഞ്ഞത് ഇന്ത്യക്ക് അതിൽ പങ്കില്ല, നേരത്തെ തീരുമാനിച്ച പ്രകാരം പോയി എന്നേ പറഞ്ഞുള്ളൂ. എന്തായാലും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലുമായിട്ട് ഇന്ത്യയുടെ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇപ്പോഴത്തെ ഇന്ത്യക്കും വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ മെരുക്കാൻ ഒരുപക്ഷെ ഇന്ത്യയെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് അമേരിക്ക ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പശ്ചാത്തലത്തിൽ വേണം ഫ്രാൻസിൽ അവിയാണിൽ നടക്കുന്ന, അവിടെ ഒരു ലേക്ക് സൈഡാണ്, ഒരു കായലിൻ്റെ തീരത്താണ് ഫ്രാൻസിൽ ഈ G7 ഉച്ചകോടി നടക്കുന്നത്. G7 ഉച്ചകോടിയിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ 7 രാഷ്ട്രങ്ങളാണുള്ളത്. അമേരിക്കയുണ്ട്, ഒപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി, ഒപ്പം തന്നെ കാനഡയും ജപ്പാനും. ഇത്രയും രാജ്യങ്ങൾ ചേർന്നതാണ് G7. അതിൽ കഴിഞ്ഞ 7 തവണ G7 സമ്മേളനത്തിൽ ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പക്ഷേ വളർന്നു വരുന്ന സ്വാധീനം യൂറോപ്പും അമേരിക്കയും ഒക്കെ മനസ്സിലാക്കുന്നു എന്ന് കൂടി വേണം G7 ഉച്ചകോടിയിൽ ഇന്ത്യയെ ക്ഷണിക്കുന്നുവെന്ന് പറയുമ്പോൾ. ഇന്ത്യ മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ബ്രസീൽ, ഒപ്പം തന്നെ പുതുശക്തിയായിട്ട് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന കെനിയ അടക്കമുള്ള രാജ്യങ്ങളെ ഇതിലേക്ക് ഇൻവിറ്റേഷൻ അവരെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു. ഇത് കൂടാതെ ദക്ഷിണ കൊറിയ കൂടി ഏഷ്യയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്, ഇവരെ വിളിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇറാൻ US സമാധാന കരാറിൻ്റെ വെളിച്ചത്തിൽ ട്രംപുമായി ഒരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച നടത്തുന്നത് UAEയുടെയും അതുപോലെ തന്നെ ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയൊക്കെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് ഇറാനുമായിട്ടുള്ള സമാധാന കരാറിൻ്റെ കാര്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള നിലപാടായിരിക്കും ട്രംപ് സ്വീകരിക്കുക. പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഇറാനിൽ കയറിയുള്ള ആക്രമണം മൂലം ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ US ബേസുകളിൽ ആക്രമിച്ചത് മാത്രമല്ല, ഇറാൻ്റെ ആക്രമണം സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കും ഒമാനിലേക്കും കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ഒക്കെ നീണ്ടിരുന്നു. അത് അവിടുത്തെ ജനങ്ങൾക്കിടയിലും അവിടുത്തെ ഭരണാധികാരികൾക്കും വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. ഈ രാജ്യങ്ങൾക്കൊക്കെ ഒരു സംരക്ഷണ കവചമൊരുക്കിയിരുന്ന അമേരിക്ക പലയിടത്തും പരാജയപ്പെട്ടു പോയി എന്നുള്ള, അമേരിക്കയുടെ ബേസുകൾ തന്നെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് അമേരിക്കയ്ക്ക് നാണക്കേടുണ്ടാക്കി. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ഇറാനോടുള്ള നയം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവാം. കാരണം ഇപ്പോൾ സമാധാന കരാർ രംഗത്ത് വന്നെങ്കിലും അത് വെള്ളിയാഴ്ചയാണ് ഒപ്പിടുന്നത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും ഒപ്പം തന്നെ ഇറാൻ്റെ സ്പീക്കർ മുഹമ്മദ് ഗാലിബാഫും ചേർന്നാണ് അവർ രണ്ടുപേരാണ് ഒപ്പിടുന്നത്, കരാറിൽ ഔദ്യോഗികമായിട്ട് ഒപ്പിടുന്നത്. അതേ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് തുറക്കും. 20% ലോകത്തിലെ എണ്ണ കടന്നു പോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. പാചകവാതകവും ഫെർട്ടിലൈസേഴ്സും വാണിജ്യവും ഒക്കെ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതോടെ 100 കണക്കിന് കപ്പലുകൾക്ക്
സ്വതന്ത്രമായി സഞ്ചരിക്കാനാവും. പക്ഷെ അവിടെ വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, ഇതുവരെ ഫ്രീ ആയിട്ടാണ്, സൗജന്യമായി ആയിരുന്നു യാത്ര. നമ്മൾ സൗജന്യ ബസ് യാത്രയെക്കുറിച്ചൊക്കെ പറയുന്ന കാലമാണത്. പക്ഷേ സൗജന്യമായി ഇനി അനുവദിക്കില്ല എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ ഇറാനും അവരുടെ ആ വെള്ളത്തിന് ആ ഹോർമസ് കടലിടുക്കിൽ ഓണർഷിപ്പുള്ള ഒമാനും പറയുന്നത്. സ്വാഭാവികമായിട്ട് ഫീസ് ചുമത്താൻ സാധ്യതയുണ്ട്. ഇറാനിൽ അമേരിക്ക നടത്തിയ അല്ലെങ്കിൽ ഇസ്രായേലും കൂടി നടത്തിയ ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമായിട്ട് വരാൻ പോകുന്നത് ഈ ഫീസ് മുഴുവൻ എല്ലാ ലോകരാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് മേൽ ചാർത്താനിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് 3 ലക്ഷം കപ്പൽ ജീവനക്കാരുണ്ട് നമുക്ക്. അത് എല്ലാ കപ്പലുകളിലും ഇപ്പോൾ തന്നെ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിൽ 500-600 ഇന്ത്യക്കാരുണ്ട്. 13 കപ്പലുകൾ കുടുങ്ങിക്കിടക്കാണ്. അതിനൊക്കെ തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാദം അല്ലെങ്കിൽ അതിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ട്രംപ് അത് പറഞ്ഞെങ്കിലും ഇപ്പോഴും വെള്ളിയാഴ്ചയോടെ മാത്രമേ ഹോർമോസ് കടലിടുക്കിലൂടെ സുഗമമായുള്ള യാത്ര തുടങ്ങുള്ളൂ. 40-50 കപ്പലുകൾ വീതം കടന്നു പോകും ഓരോ ദിവസമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും എണ്ണ വില കുറയുമെന്നുള്ള കാര്യം ഇപ്പം തന്നെ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ $100, $120, $130 ബാരലിന് വന്നിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ $85 മറ്റേ പെട്രോൾ ഡീസൽ വില കുറയുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ കൂട്ടിയ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറാവുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പാചകവാതത്തിൻ്റെ വില കൂട്ടിയതാണ്, ഇത് കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ വില കൂട്ടിയത്. പക്ഷേ ഈ പെട്രോളിയം കമ്പനികൾ ഇതിന് തയ്യാറാവുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അക്കാര്യം ജനങ്ങൾ നോക്കുകയാണ്. പ്രത്യേകിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി, മറ്റു തരത്തിൽ വിലക്കയറ്റം അതീവ രൂക്ഷമായി, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതത്തിൻ്റെ ചെലവ് കൂടി. അപ്പോൾ ഈ തരത്തിൽ നിൽക്കെ ഇനി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില യുദ്ധം അവസാനിച്ച സാഹചര്യത്തിൽ കുറയാൻ പോവുകയാണ്. അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാന ചർച്ചയാവാൻ പോകുന്നത്. എന്തായാലും ഇന്ത്യക്കാരായിട്ടുള്ള 1 കോടിയിലേറെ പേർ ഗൾഫ് മേഖലയിലുണ്ട്. അവർക്കൊക്കെ ആശ്വസിക്കാം. 40 ലക്ഷത്തിലേറെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം ഈ സൗദിയിലും ഖത്തറിലും ഒമാനിലും UAE-യിലും അതുപോലെ ബഹ്റിനിലൊക്കെയുള്ള മലയാളികൾക്ക് ആശ്വസിക്കാൻ വകയാണ്. പലരും നമ്മുടെ അടുത്ത് ആയിരക്കണക്കിന് ആൾക്കാർ സന്ദേശം അയച്ചു ചോദിച്ചു എന്തായി എന്നുള്ളത്. എന്തായാലും യുദ്ധം ഇനി അമേരിക്ക പെട്ടെന്നൊന്നും കയറി ഇറാനിൽ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷെ പേടിക്കേണ്ടത് ഇസ്രായേലിനെയാണ്. ഇസ്രായേൽ ഇതുവരെ വഴങ്ങിയിട്ടില്ല. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച രാത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ലെബനോനിൽ നിന്നും സിറിയയിൽ നിന്നും ഗസയിൽ നിന്നൊന്നും പിന്മാറാൻ പോകുന്നില്ല. ഈ US ഇറാൻ കരാർ ഉണ്ടായതിൽ ഞങ്ങൾക്ക് പങ്കില്ല. പക്ഷേ ഒരു കാര്യം സൂക്ഷിച്ചാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരം പറഞ്ഞത്. ട്രംപിനെ തള്ളിപ്പറയാതെ, US ഇറാൻ കരാറിനെ തള്ളിപ്പറയാതെ വളരെ സൂക്ഷിച്ചാണ് മറുപടി പറഞ്ഞത്. പക്ഷേ പറയാതെ പറഞ്ഞത് ലെബനോനിൽ നിന്ന് പിന്മാറില്ല. ഇത് ഞാൻ സംസാരിക്കുമ്പോഴും ലെബനോനിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ അടങ്ങിയിരിക്കില്ല. കാരണം ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിപക്ഷ സഖ്യം നെഫ്തി ബെന്നറ്റിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ട് രംഗത്തുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങൾ വന്നാൽ ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നിലവെച്ചിട്ട് ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോകാനായിരിക്കും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുക. പക്ഷേ മറുഭാഗത്ത് ഉഗ്ര ശാസനവുമായിട്ട് ട്രംപ് നിൽക്കുന്നുണ്ട്. എന്ന് മാത്രമേ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ലെബനോൻ യുദ്ധം നിർത്തുന്നില്ലെങ്കിൽ ഈ സമാധാന കരാർ നടപ്പിലാവില്ല. അതിലൊരു കണ്ടീഷൻ ലെബനോനിലടക്കം യുദ്ധം നടക്കുന്ന എല്ലാ മേഖലകളിലും യുദ്ധം നിർത്തണമെന്നാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിൽ ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല. പക്ഷേ ഗോലിയാത്തും ദാവീദ് ഏറ്റുമുട്ടിയെന്ന് പറഞ്ഞ പോലെ ഗോലിയാത്തിനെ പോലെ നിന്ന് അമേരിക്കയും ഇസ്രായേലും 107 ദിവസം നടത്തിയ ഏറ്റുമുട്ടലിൽ ഒരുപാട് തകർച്ച ഇറാന് സംഭവിച്ചെങ്കിലും ഇറാൻ കീഴടങ്ങിയില്ല. യു ക്യാൻ കിൽ മീ ബട്ട് കനോട്ട് ഡിഫീറ്റ് മീ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷേ കീഴടക്കാനാവില്ല എന്ന ഇറാൻ്റെ ആ തന്ത്രം ഫലിച്ചു എന്നുള്ളതാണ്. അവരുടെ കപ്പൽപ്പടയെ മുഴുവൻ മുക്കി, അവരുടെ വിമാനങ്ങൾ മുഴുവൻ, യുദ്ധവിമാനങ്ങൾ മുഴുവൻ തകർത്തു. പക്ഷേ അവർ ഒളിപ്പിച്ചു വെച്ച ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും നശിപ്പിക്കാനായില്ല. അത് വെച്ചാണ് ഗൾഫ് രാജ്യങ്ങളിലെ US ബേസുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാൻ്റെ മേൽ ഇനി കളിക്കാൻ പോയാൽ അത്ര എളുപ്പമാവില്ല എന്ന് ട്രംപിന് മനസ്സിലായി, അമേരിക്കയ്ക്ക് മനസ്സിലായി. അമേരിക്ക യഥാർത്ഥത്തിൽ തലയൂരി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ട്രംപ് ഇനിയും യുദ്ധം ചെയ്യുമായിരുന്നു. പക്ഷെ അമേരിക്കയിലെ രാഷ്ട്രീയം, അവിടെ നവംബറിൽ നടക്കാമെന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ട്രംപിൻ്റെ പാർട്ടിയെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും തിരിച്ചടി നേരിടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ്
ട്രംപ് പിന്മാറിയത്. അവിടെ 60-70% ജനങ്ങൾ യുദ്ധത്തിനെതിരെ രംഗത്ത് വന്നു. 13,000 കിലോമീറ്ററൊക്കെ ദൂരെയുള്ള ഇറാനിൽ പോയി എന്തിനിപ്പോൾ യുദ്ധം നടത്തി? അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഒരു പ്രസിഡന്റ് എന്തിന് ഈ കൈവിട്ട കളിക്ക് തയ്യാറായി എന്ന ചോദ്യം അമേരിക്കയിലെ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇതാണ് യഥാർത്ഥത്തിൽ ട്രംപിന് വിനയായത്. US കോൺഗ്രസിൽ ട്രംപിനുണ്ടായിരുന്ന മേധാവിത്വം ഭൂരിപക്ഷം ചെറുതാണെങ്കിലും നഷ്ടപ്പെട്ടു. US സെനറ്റിലും US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും അവസാന വോട്ടെടുപ്പുകളിൽ ട്രംപിൻ്റെ നിലപാടുകൾ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഈ അപകടം മണത്താണ് ട്രംപ് ഈ കീഴടങ്ങുന്നല്ല, ഏതായാലും ട്രംപ് പറയുന്നത് വലിയ വിജയമാണെന്നാണ്. ഇറാനെ അടിച്ചു പരത്തി ഞങ്ങൾ വിജയിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ തന്ത്രപരമായ നീക്കത്തിൽ ഇറാന് പിടിച്ചു നിന്നു എന്ന് മാത്രമല്ല, അവർ തന്ത്രപരമായി വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാം തകർന്നു പോയൊരു രാജ്യം. ആദ്യ ദിവസം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായി കൊല്ലപ്പെട്ടു. അവരുടെ പ്രമുഖ സൈന്യാധിപന്മാർ മുഴുവൻ കൊല്ലപ്പെട്ടു. അവരുടെ നേതാക്കൾ കൊല്ലപ്പെട്ടു. സൈന്യത്തിൽ ആ തരത്തിൽ അവരുടെ ഇറാനുമേൽ 40,000-ലേറെ തവണ ആക്രമണങ്ങൾ നടന്നു ഇസ്രായേലും ഇറാനും അമേരിക്കയും ചേർന്ന്. പക്ഷേ ഇതിനെയൊക്കെ നേരിട്ട് അവസാനം വരെ പിടിച്ചു നിന്ന് അവിടെ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സും ആയത്തുള്ള ഖമനയുടെ മകനാണ് പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ പുതിയ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിനും പരിക്കുപറ്റി. അതേ ഒളിവ് കേന്ദ്രത്തിലാണ് മൊയ്ത്തബ ഖമനായി. അവർ കൂടുതൽ തീവ്രമായ നിലപാടുകളിലേക്ക് മാറി എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, അവിടെ ഇറാനിൽ നടന്ന പ്രക്ഷോഭം അത് അവിടുത്തെ ഭരണകൂടത്തിനെതിരെയായിരുന്നു, വിലക്കയറ്റത്തിനെതിരെ. പക്ഷേ ആ പ്രക്ഷോഭമൊക്കെ അടങ്ങിപ്പോയി. കാരണം രാജ്യം മറ്റുള്ളൊരു അമേരിക്കയെ പോലുള്ളൊരു ശത്രുവിനെ നേരിടുമ്പോൾ എതിർത്ത് നിന്നവർ പോലും ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥ. ഇറാൻ ഒറ്റക്കെട്ടായി. അവിടെ ഭരണമാറ്റം എളുപ്പമല്ലാതായി. പിന്നെ കരയുദ്ധം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ട്രംപ് കരയുദ്ധത്തിന് പോയാൽ 10,000-കണക്കിന് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഭടന്മാർ കൊല്ലപ്പെടുമായിരുന്നു. കാരണം ആ ടെറൈനിലേക്ക് ഇറാൻ്റെ സൈനികർക്ക് അറിയുന്ന പോലെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും സൈനികർക്ക് കരയുദ്ധം അറിയില്ല. വിയറ്റ്നാമിലും ഇറാഖിലൊക്കെ അമേരിക്ക അത് കണ്ടതാണ്. അതുകൊണ്ട് എന്തായാലും കരയുദ്ധത്തിലൂടെ മാത്രമേ ഒരു ഭരണമാറ്റം സാധിക്കുള്ളായിരുന്നു. അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഇറാഖിലൊക്കെ സദാം ഹുസൈനെ വീഴ്ത്തിയതും അപ്പുറത്ത് താലിബാനെ വീഴ്ത്തിയതൊക്കെ അഫ്ഗാനിസ്ഥാനിൽ വീഴ്ത്തിയതൊക്കെ ആ തരത്തിലായിരുന്നു. പക്ഷെ അവിടെയൊക്കെ തിരിച്ചടി നേരിട്ടു. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. വെനസ്വേലയിൽ പോയി അവിടുത്തെ മഡൂറോയെ പ്രസിഡന്റിനെ ഭാര്യയെയും പിടിച്ചു കൊണ്ടുപോയതുപോലെയല്ല ഇറാനെ നേരിടാൻ വന്നപ്പോൾ കാര്യം എന്താണെന്ന് അറിഞ്ഞു. കാരണം ഇറാനെ 2025 ജൂണിൽ ആക്രമിച്ചതാണ്. 12 ദിവസത്തെ ആക്രമണത്തിൻ്റെ അവസാനം അമേരിക്കയും ചേർന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അന്ന് ഇറാൻ ഒരു കാര്യം പഠിച്ചു, ഇനി ആക്രമണം ഉണ്ടായാൽ എങ്ങനെ നേരിടണം. അവർ കൃത്യമായി ബാലപാഠങ്ങൾ പഠിച്ചും തയ്യാറാക്കിയും പ്ലാൻ തയ്യാറാക്കിയാണ് നേരിട്ടത്. അത്രയും വലിയൊരു തയ്യാറെടുപ്പ് ഇവർ നടത്തി എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല അമേരിക്ക എന്ന് വേണം കരുതാൻ. അമേരിക്കയും ഇസ്രായേലും. എന്തായാലും ഇസ്രായേൽ ഇപ്പോഴും യുദ്ധം തുടർന്നു കൊണ്ടുപോകുമെന്നുള്ള ഭീഷണിയിൽ തന്നെ നിൽക്കുകയാണ്. ഒരുപക്ഷെ സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു രാജ്യം ഇസ്രായേലായിരിക്കും. എന്തായാലും ഇന്ത്യക്ക് ഈ യുദ്ധത്തിൽ ഒരുപാട് ക്ഷീണം, പ്രത്യേകിച്ച് വ്യാപാര രംഗത്ത്, വാണിജ്യ രംഗത്ത്, നമ്മുടെ നാവികരെ നഷ്ടപ്പെട്ട കാര്യത്തിൽ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയെ എങ്ങനെയായിരിക്കും അമേരിക്ക നോക്കിക്കാണാൻ പോകുന്നത്? ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കും? കാരണം പാകിസ്ഥാനുമായിട്ട് ഇസ്രായേലിന് വലിയ ബന്ധമില്ല. അപ്പോൾ പാകിസ്ഥാനെ അവിടെ മീഡിയേറ്റേഴ്സായിട്ട് അമേരിക്ക വന്നത് ഇസ്രായേലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി നാളെ ഫ്രാൻസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യമേറുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. ട്രംപിനാണെങ്കിൽ അമേരിക്കയിൽ അല്പം തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അപ്പോൾ മിഡ് ടേം ഇലക്ഷനിൽ ഇന്ത്യക്കാരായിട്ടുള്ള ദശലക്ഷക്കണക്കിന് വോട്ടർമാർ അവിടെയുണ്ട്. അവരുടെ വോട്ടുകളൊക്കെ ലഭിക്കാനും അവരെ കൂടെ നിർത്താനും ട്രംപ് ശ്രമിക്കുമോ? ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ കാര്യങ്ങൾ കാണാനായിട്ട്. ഏതായാലും G7 ഉച്ചകോടി ആരംഭിച്ചു കഴിഞ്ഞു. 17-ാം തീയതിയാണത് സമാപിക്കുക. നാളെ വൈകിട്ടായിരിക്കും അത് സമാപിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ടെന്നുള്ള വ്യക്തമായി കഴിഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളെ സാമ്പത്തികമായും സൈനികമായും തളർത്തിയ ഒരു യുദ്ധമാണ് ഉക്രൈൻ യുദ്ധം. കാരണം 4.5 വർഷമായി യുദ്ധം നടക്കുന്നു. ഉക്രൈനെ പിന്തുണച്ച് രംഗത്ത് നിർത്തിയിരിക്കുന്നത് അമേരിക്ക അല്പം ട്രംപിൻ്റെ നേതൃത്വത്തിൽ പിൻവാങ്ങിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് പണം മുടക്കുന്നതും സൈനികമായി പിന്തുണ നൽകുന്നതും. റഷ്യയുടെ ആക്രമണത്തെ നേരിടാൻ യൂറോപ്പ് നടത്തുന്ന വലിയ ശ്രമങ്ങൾ. അതിൻ്റെ ഇടയിലാണ് 80-ാം ജന്മദിനം ആഘോഷിച്ച ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും
അതുപോലെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് വൊളഡിമിയർ സെലൻസ്കിയുമായി ചർച്ച നടത്തിയത്. കാരണം രണ്ടുപേരും 80ാം ജന്മദിനത്തിൽ ട്രംപിനെ അഭിനന്ദിക്കാൻ വിളിച്ചതാണ്. അതിനിടയിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുവെന്നാണ് ട്രംപ് തന്നെ പറഞ്ഞത്. ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം തീർന്നു, അതുകൊണ്ട് അടുത്തത് ഉക്രൈൻ റഷ്യ യുദ്ധം തീർക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അത് നടക്കട്ടെ എന്നാണ് ആശംസ. എന്തായാലും പ്രശ്നങ്ങൾ തീരാനുള്ള സാധ്യത തെളിയുമോ എന്നറിയില്ല. പ്രത്യേകിച്ച് കീവിലും കാർക്കീവിലും കിഴക്കൻ ഉക്രൈനിലൊക്കെ റഷ്യയുടെ വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അവിടുത്തെ വലിയ കത്തീഡ്രൽ, ഡോർമിട്രിയൻ കത്തീഡ്രൽ നശിപ്പിച്ചു കളഞ്ഞു റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ. കീവ് തലസ്ഥാനമാണ് ഉക്രൈൻ്റെ. ആ തലസ്ഥാനത്ത് നടത്തിയ ആക്രമണം കീവിലുമായി 11-12 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. നൂറുകണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തിരിച്ച് യുക്രൈൻ റഷ്യയിൽ കയറി ആക്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ഇറാൻ യുദ്ധം തീരുമ്പോൾ ഉക്രൈൻ യുദ്ധം അല്പം കത്തി നിൽക്കുകയാണ്. പക്ഷെ അത് തീരുമോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. G7 ഉച്ചകോടിയിലെ പ്രധാന ചർച്ച അതാണ്. ഇതിനിടയിൽ G7 ഉച്ചകോടിക്കെതിരെ പ്രതിഷേധ പ്രകടനവും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് G7 എന്ന രാജ്യങ്ങളുടെ പ്രസക്തി തീർന്നു മറ്റു രാജ്യങ്ങളെ കൂട്ടാതെ നടത്തുന്ന ഇതിനെതിരെ ഉള്ള ഒരു പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നും G7 കൂട്ടിയിട്ടില്ല. G7 എടുക്കുന്ന പല തീരുമാനങ്ങളും യൂറോപ്പിൻ്റെ താല്പര്യത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വിറ്റ്സർലൻഡിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ജനീവയിൽ 10,000-കണക്കിന് ആൾക്കാർ ഈ G7 ഉച്ചകോടിക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിനെ സ്വിറ്റ്സർലൻഡുമായി ബന്ധിപ്പിക്കുന്ന 35 കവാടങ്ങളിൽ വലിയ പോലീസ് സെക്യൂരിറ്റിയാണ്. 4,000 പേരെ സ്വിറ്റ്സർലൻഡ് പോലീസ് നിർത്തിയിരിക്കുന്നു. ഏതാണ്ട് 10-16,000 പേരെ ഫ്രാൻസിൻ്റെ പോലീസുകാർ അതിർത്തിയിലുണ്ട്. അതുകൊണ്ട് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള കലാപവും പ്രക്ഷോഭവും ഇങ്ങോട്ട് കടക്കാതിരിക്കണം. അതുപോലെ തന്നെ ഫ്രാൻസിൽ ഇതിൻ്റെ പേരിൽ പ്രക്ഷോഭം ഉണ്ടാവാതിരിക്കണം. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ മാത്രമല്ല, അദ്ദേഹം കാനഡയുമായിട്ട് നമുക്ക് നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി വന്നതിന് ശേഷം കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്ക് കാർണിയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് അൽ നഹ്യാനുമായി ചർച്ച നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറെ കാണുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി. കാരണം സ്വതന്ത്ര വ്യാപാര കരാർ വന്നു. അവിടെ കുടിയേറ്റക്കാർക്കെതിരെ അവിടുത്തെ തദ്ദേശീയർ നടത്തുന്ന പ്രക്ഷോഭത്തിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് പറയും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇതിനകം തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. കാരണം ഇന്ത്യ റഫേൽ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ അടക്കം വാങ്ങുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ ഫ്രാൻസുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത്. ഫ്രാൻസുമായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചർച്ച നടത്തിയിരുന്നു. ഇനിയും കൂടിക്കാഴ്ചയുണ്ടാവും. അപ്പോൾ ഈ തരത്തിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കാണുന്നത്. അതുപോലെ ജപ്പാൻ പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രിയാണ് സനായി തകച്ചിയായിട്ട് കൂടിക്കാഴ്ച ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരുപാട് മീറ്റിങ്ങുകൾ ജർമ്മൻ ചാൻസലർ ഫെഡറിഷായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നു വ്യാപാരത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും കാര്യത്തിൽ എന്നുകൂടി ബോധ്യമാവുന്നു. ഇപ്പോൾ ഇറാൻ യുദ്ധം കഴിഞ്ഞ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കും, മറ്റ് രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കും. യൂറോപ്പിൽ ഇന്ത്യയുടെ വ്യാപാര സാധ്യതകളെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളുണ്ടാവും. പുതിയ പങ്കാളിത്തം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള സെഷനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്ത് സംസാരിക്കും. എന്തായാലും G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യക്ക് 7ാം തവണ അവസരം ലഭിച്ചത് ഇന്ത്യയെക്കുറിച്ച് നേട്ടം തന്നെയാണ്. ഇന്ത്യക്ക് പല കാര്യങ്ങളിലും ചലഞ്ചസ്, വെല്ലുവിളികൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് നേട്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ യുദ്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ലോകം എങ്ങനെയായിരിക്കുമെന്ന് G7 ഉച്ചകോടിയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം.